നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ ഗംഗാധർ, ആയുർമെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആയുർവേദ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടറാണ്. ഞാനിന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത് PCOD അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിനെ പറ്റിയാണ്. പഠനങ്ങൾ പറയുന്നത് 8 to 13% റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് PCOD എന്നൊരു കണ്ടീഷനാണ്. എന്താണ് PCOD? നമ്മുടെ ഒരു ആർത്തവ ചക്രം, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ നോർമൽ ഫങ്ഷനിങ്, അതായത് നോർമൽ ഡ്യൂറേഷനിൽ, നോർമൽ ഇൻ്റർവെല്ലിൽ, നോർമൽ എമൗണ്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ നോർമലാകണം. ചില ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺസിൽ വരുന്ന വ്യതിയാനങ്ങൾ, പുരുഷ ഹോർമോൺസ് അഥവാ ആൻഡ്രജൻസിൻ്റെ അളവ് കൂടുക, ഇങ്ങനെ വരുന്നൊരവസ്ഥയിൽ നമ്മുടെ ഫോളിക്കിൾസ്, അണ്ഡകോശങ്ങൾ പൂർണ്ണ വളർച്ചയിലെത്താതെ, അതായത് ഒരു അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിൽ ഇമ്മച്വർ ഫോളിക്കിൾസ് ആവുകയും അത് ചെറിയ ചെറിയ കുമിളുകൾ അഥവാ സിസ്റ്റ് പോലെ അണ്ഡാശയത്തിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. 70% ഓഫ് കേസസ്, സ്ത്രീകളിൽ വരുന്ന 70% ഓഫ് കേസസ് അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? PCOD അമിതവണ്ണമുള്ളവരിലും മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരിലും കാണാറുണ്ട്. കൂടാതെ ആർത്തവ ക്രമക്കേടുകളാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. 3-4 മാസം മാസമുറ ഉണ്ടാകാതിരിക്കുക, മാസമുറ ഉണ്ടായി കഴിയുമ്പോൾ അമിതമായ രക്തസ്രാവം, ദീർഘനാളം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ബ്ലീഡിംഗ് പീരീഡ്സ്. കൂടാതെ ചില പേഷ്യൻസിൽ സ്കാൻറ്റി ബ്ലീഡിംഗ് ആയിട്ടും ബ്ലീഡിംഗ് കുറവായിട്ട്, അതായത് 1 ദിവസം 2 ദിവസം ബ്ലീഡിങ് ഇങ്ങനെയും കാണാറുണ്ട്. മറ്റ് ലക്ഷണങ്ങളാണ് അമിതമായ രോമ വളർച്ച, മുഖക്കുരു, അമിതവണ്ണം, കഴുത്തിന് ചുറ്റും ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ചികിത്സാ രീതികൾ? PCOD ഡയഗ്നോസ് ചെയ്താൽ ആദ്യഘട്ടത്തിൽ തന്നെ ശരിയായ ചികിത്സാ രീതി തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഓവുലേഷൻ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കാം. കൂടാതെ PCOD ഉള്ള സ്ത്രീകളിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് ഇവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ജീവിതശൈലിയിൽ ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ചിട്ടയായ ആഹാരക്രമം, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്സ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫ്രൈഡ് സാധനങ്ങൾ, മധുരപലഹാരങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെ ധാരാളം ഉൾപ്പെടുത്തണം. ചിട്ടയായ വ്യായാമശീലങ്ങൾ, ഡെയിലി 40 മിനിറ്റോളം ചിട്ടയായ വ്യായാമം, ശരീരത്തിന് ആയാസജനകമായ വ്യായാമങ്ങൾ, അതായത് ദീർഘദൂര നടത്തം, സ്വിമ്മിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, യോഗ, നൃത്താഭ്യാസം ഇവയൊക്കെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി എന്താണ് ആയുർവേദത്തിൽ പറയുന്ന ചികിത്സാ രീതികൾ? നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻ്റെ വയസ്സ്, ശരീരപ്രകൃതി, ദോഷകോപം, അവയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെ നോക്കി ഓരോ രോഗിക്കും ചികിത്സ വ്യത്യസ്തപ്പെട്ടിരിക്കും. ഉള്ളിലേക്ക് കഷായ രൂപേണ, അരിഷ്ട രൂപേണ, ചൂർണങ്ങൾ, ഗുളിക രൂപേണ മരുന്നുകളും, ക്രോണിക്കായിട്ടുള്ള കേസസിൽ IP മാനേജ്മെൻറ്റ്, ശമന ചികിത്സയോടൊപ്പം തന്നെ ശോധന ചികിത്സയും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന ആയുർവേദ ചികിത്സാ രീതികൾ ഓവുലേഷൻ പ്രൊമോട്ട് ചെയ്യുകയും വന്ധ്യത പോലുള്ള അവസ്ഥകളിൽ ഗർഭധാരണം ഫലപ്രദമായി നടക്കാൻ സഹായിക്കുന്നതായും കാണുന്നുണ്ട്. PCOD ഉള്ള പേഷ്യൻസ് മാനസിക സമ്മർദ്ദം ഒഴിവാക്കേണ്ടതാണ്.